നമുക്കിന്നൊരു ഈസി ബനാന കേക്ക് ഉണ്ടാക്കിയാലോ? നമുക്ക് ആദ്യം തന്നെ കുറച്ച് ബട്ടർ എടുത്ത് നമ്മുടെ ഈ ബേക്കിംഗ് ട്രേയിലുണ്ടല്ലോ ഒന്ന് അപ്ലൈ ചെയ്ത് ഒന്ന് ഗ്രീസ് ചെയ്യണേ. ഗ്രീസ് ചെയ്തതിന് ശേഷം ഒരു പാർച്ച്മെൻറ്റ് പേപ്പർ വയ്ക്കാം. നമ്മൾ നമ്മുടെ ബാക്ക് ഓവൻ 180 ഡിഗ്രി സെൽഷ്യസിലൊന്ന് പ്രീ ഹീറ്റും കൂടെ ചെയ്ത് വെക്കണം. ഈ ബനാന കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി നമ്മളിവിടെ 2 ബനാനയാണ് എടുക്കുന്നത്. ഇവിടെ ഇങ്ങനത്തെ പഴമാണ് ഞങ്ങൾക്ക് കിട്ടുന്നത്. അപ്പം ഇതിലെ 2 പഴം ഞാൻ ഈ ബനാന കേക്കിന് വേണ്ടി എടുത്തിട്ടുണ്ട്. കുറച്ചും കൂടെ പഴുത്ത പഴമാണ് ശരിക്കും നല്ലത്. എനിക്ക് ഈ പഴമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ പെട്ടെന്നാണ് ഒരു ഐഡിയ തോന്നിയത് ബനാന കേക്ക് ഉണ്ടാക്കാൻ. അപ്പം നമുക്ക് ഫസ്റ്റ് ഈ ബനാന ഒന്ന് മാഷ് ചെയ്തെടുക്കാം. ഒരു ഫോർക്ക് ഉപയോഗിച്ച് ഇങ്ങനെ ഒന്ന് മാഷ് ചെയ്ത് നമുക്ക് എടുക്കാമേ. അങ്ങനെ നമ്മുടെ ബനാന നമ്മൾ ഒരുവിധം നന്നായിട്ട് മാഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിനകത്തോട്ട് ഒരു 1/3 കപ്പ് ഓഫ് ബട്ടർ, മെൽറ്റഡ് ബട്ടർ ഞാൻ ചെറുതായിട്ടൊന്ന് മെൽറ്റ് ചെയ്തു. ഇവിടെ ഭയങ്കര തണുപ്പായതുകൊണ്ട് ഞാൻ മൈക്രോവേവിലൊന്ന് ചെറുതായിട്ടൊന്ന് മെൽറ്റ് ചെയ്തിട്ടുണ്ട് ഇത്. അത് നമുക്കിതിൻ്റെ കൂടെ മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് 1/4 കപ്പ് ബ്രൗൺ ഷുഗർ ആഡ് ചെയ്യാമേ. ബ്രൗൺ ഷുഗർ ഇല്ലെങ്കിൽ അതിനനുസരിച്ച് കൂടുതൽ നോർമൽ ഷുഗർ എടുത്താൽ മതി. അതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു 1/2 കപ്പ് ഓഫ് നോർമൽ ഷുഗർ ഇടാം കേട്ടോ. എന്നിട്ട് നമുക്ക് വീണ്ടും ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലോട്ട് നമുക്ക് 2 മുട്ടയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടൊരു വിസ്ക് ഉപയോഗിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാമേ. അതിൻ്റെ കൂടെ നമുക്കൊരു 1/2 കപ്പ് മിൽക്കും കൂടെ ഒഴിച്ചു കൊടുക്കാം. ആ പാത്രം കുറച്ച് ചെറുതായതുകൊണ്ട് ഞാൻ ഇച്ചിരിയും കൂടെ വലിയ പാത്രത്തിലേക്ക് മാറ്റി കേട്ടോ. എന്നാലും നമുക്ക് മിക്സ് ചെയ്യാൻ എളുപ്പമുള്ളൂ. ഇനി അതിനകത്തോട്ട് 1 ടീസ്പൂൺ വാനില എസൻസും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഒരു സ്ട്രെയിനർ വെച്ചിട്ട് നമുക്ക് 1/2 കപ്പ് മൈദ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഒരു 1/4 ടീസ്പൂൺ സിനമൺ പൗഡർ, പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് ഇത് നമ്മുടെ ഈ പഴത്തിൻ്റെ മിക്സിലോട്ട് നമുക്കിത് ആഡ് ചെയ്യാം. എന്നിട്ട് നമുക്ക് വീണ്ടും ഇത് നന്നായിട്ട് ഇതിൻ്റെ കൂടെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. അങ്ങനെ നമ്മൾ നമ്മുടെ ഈ മിക്സ് എല്ലാം നന്നായിട്ട് യോജിപ്പിച്ചു. ഇനി നമുക്ക് നമ്മുടെ ബേക്കിംഗ് ട്രേയിലോട്ട് ഇത് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഈ സ്പാച്ചുല വെച്ച് തന്നെ ഒന്ന് നിരപ്പാക്കി എടുക്കണം. നിരപ്പാക്കിയതിന് ശേഷം നമുക്കിതൊന്ന് ടാപ്പ് ചെയ്യണം. കാരണം ഇത് ടാപ്പ് ചെയ്യുമ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് അങ്ങ് പുറത്തു പോയിക്കോളും. ഇതിന് ശേഷം നമുക്ക് നമ്മുടെ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ഓവനിലോട്ട് നമുക്കിത് വെച്ച് കൊടുക്കാം. ഒരു 45 മുതൽ 50 മിനിറ്റ് വരെ വേണം. അങ്ങനെ 45 മിനിറ്റ് കഴിഞ്ഞപ്പം ഞാനൊന്ന് എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ സ്റ്റിക്കും കൊണ്ടൊന്ന് കുത്തി നോക്കാം നല്ല ക്ലീൻ ആയിട്ടാണോന്ന് വരുന്നതെന്ന്. അതല്ലെങ്കിൽ നമുക്കൊരു 5 മിനിറ്റും കൂടെ വെക്കാം. അപ്പം നോക്കുമ്പോൾ ഇത് നല്ല ക്ലീനായിട്ടാണ് വരുന്നത്. അപ്പം ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തണുക്കാൻ വേണ്ടി വെക്കാം. ഒന്ന് ഇച്ചിരി തണുത്തതിന് ശേഷം മാത്രമേ നമുക്ക് ഇതിൽ നിന്ന് പുറത്തെടുക്കാൻ പറ്റൂ. ഇപ്പോൾ ചെറുതായിട്ടൊന്ന് ചൂടാറിയിട്ടുണ്ട്. നമുക്കിനി ഒന്ന് ഇത് ട്രൈ ചെയ്ത് നോക്കാം. ഇത് ഒന്ന് പുറത്തെടുക്കാൻ വേണ്ടി
നോക്ക്, നമ്മുടെ കേക്ക് നന്നായിട്ട് ഇളകി വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൽ നിന്ന് മുറിച്ച് നോക്കാം. കുറച്ച് ചൂടായതുകൊണ്ട് പൊടിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ചായ ഇട്ട് കഴിഞ്ഞു. ഇനിയിപ്പം നമുക്ക് കുറേ നേരം വെയിറ്റ് ചെയ്യാൻ വയ്യ. അതുകൊണ്ട് നമുക്കൊന്ന് പതുക്കെ ഒന്ന് മുറിച്ച് നോക്കാം. അപ്പം നമുക്ക് നമ്മുടെ കേക്ക് ഒരു പാത്രത്തിലോട്ട് എടുക്കാം. നല്ല സോഫ്റ്റ് കേക്കാണ് കേട്ടോ. ചൂടും കൂടെ ആയതുകൊണ്ട് ഭയങ്കര സോഫ്റ്റാണ്.